ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളെല്ലാവരുടെ ഇന്ന് ശൂലപ്പാറയ്ക്ക് പോവാണ്. ഒരു വലിയ പാറമേൽ ശിവൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠ, അവിടെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അതാണ് ശൂലപ്പാറ. മെയിൻ റോട്ടിൽ നിന്ന് കുറച്ചധികം ഉള്ളോട്ട് കയറി പോകണം. നോക്കി, ഇത് കാടൊന്നുമല്ല, രണ്ട് സൈഡും നിറയെ ഏലമാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഇനി അങ്ങോട്ട് വണ്ടി പോവില്ല കേട്ടോ, നമ്മൾ നടന്ന് തന്നെ വേണം കയറി പോകാൻ. ആവണി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാട്ടോ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്. എന്നിട്ട് നൈസായിട്ട് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടങ്ങ് നടന്നുപോയി. റോഡിൻ്റെ സൈഡിലായി ഒരു പറമ്പിൽ നിന്ന് മൽബറിയുടെ ചെടിയായത്. അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുണ്ടായിരുന്നു. പറ്റാവുന്നത്ര ഞങ്ങളെല്ലാം പറിച്ച് കയ്യിലാക്കി. പഴുത്താണേലും കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല പുളി ഉണ്ടായിരുന്നു. പുളിയാണേലും നമ്മൾ വിടില്ല, മുഴുവനും കഴിച്ചിട്ടാണ് പോയെ. റോഡ് അവസാനിക്കുന്നത് ഇങ്ങനൊരു സ്ഥലത്താട്ടോ. ഇനി ഇതിലേ വേണം നമുക്ക് കയറി മേലേക്ക് പോകാൻ. കാണുന്ന പോലെ ഒന്നുമല്ല, കുറച്ചധികം അങ്ങോട്ട് കയറണം. ഞങ്ങൾ ഇത്രയും പേരാണ് ശൂലപ്പാറയ്ക്ക് പോകുന്നത്. എല്ലാവർക്കും മുന്നേ ആദ്യമേ ഓടി എത്താൻ വേണ്ടിയിട്ടാണ് ഒരാൾ അതേ കിടന്ന് ഓടുന്നത്. കുറച്ചങ്ങോട്ട് കയറ്റം കയറി കഴിഞ്ഞാൽ ഇതുപോലെ നിരപ്പെത്തി. ഇവിടെയും ചുറ്റും ഏലത്തോട്ടങ്ങളാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ വീടുകളും ഉണ്ട്. ഞാൻ വീഡിയോയിൽ എടുക്കാത്ത. നോക്കിയേ, ഏലത്തിൻ്റെ ഇടയ്ക്കൂടെ കുരുമുളകും നട്ടിട്ടുണ്ട്. തണൽ മരങ്ങൾ കാത്താട്ടോ ഇത് കയറ്റി വിട്ടേക്കുന്നത്. നിരപ്പുള്ള സ്ഥലമെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പടി കയറാൻ പോവാം. പടിയെന്നൊന്നും പറയാൻ പറ്റില്ല, പാറയാണ് മുഴുവനും. കുടിവെള്ളത്തിൻ്റെ ഓസാട്ടോ ഇട്ടേക്കുന്ന മൊത്തം. ആ കാണുന്ന വീട് കണ്ടോ, അവരുടെയാണെന്ന് തോന്നുന്നു ഈ കൃഷിയൊക്കെ. ഇനി കുത്തനെ ചെരിഞ്ഞ് കിടക്കുന്ന പാറക്കൂടെ നേരെ മേലെ കയറണം. വീഡിയോ കാണുന്നതിലും നേരിട്ട് കാണാൻ ഈ കാഴ്ചകളൊക്കെ അടിപൊളിയാട്ടോ. ഒരു പാറ കയറി കഴിഞ്ഞ് കുറച്ച് നിരപ്പുള്ള സ്ഥലമാണേ. ചുറ്റും പള്ള പിടിച്ച് കിടക്കുകയാണ്. അതിനകത്തോട്ട് നടക്കാൻ ഒരിച്ചിരി കഷ്ടപ്പാടായിരുന്നു. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിലൊന്നും ആൾത്താമസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പള്ളയൊക്കെ കയറി നടക്കുന്നത്. ശൂലപ്പാറ കയറാൻ പോകുന്ന ആൾക്കാർ മാത്രമാണ് ഈ വഴി നടക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും കയറി ചെറുതായിട്ട് നിരപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി. ഒരു സൈഡ് ഇങ്ങനെ കാട് പിടിച്ച് പള്ള കയറി കിടക്കുകയാണ്. പക്ഷെ മറു സൈഡ് കൃഷിയൊക്കെ ഉള്ളത് കാരണം കുറച്ച് തെളിമയുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം കയറി ഏകദേശം അടുത്തെത്താറായി. നിൽക്കുന്ന ആൽമരം കണ്ടോ, ആ ആൽമരത്തിൻ്റെ അതിലെ വേറെയും വഴിയുണ്ട്. ഇതെനിക്ക് തോന്നുന്നു കൃഷ്ണതുളസി അങ്ങനെ എന്തോ ആണ്. എന്താണെന്നറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അടുത്ത പാറ കയറാൻ പോവാണ്. ആ ആൽമരത്തിൻ്റെ അവിടെ കൂടെ വേറെ വഴിയുണ്ട് കേട്ടോ. രണ്ട് വഴി കൂടെ വന്നാലും ഇങ്ങോട്ട് തന്നെയാണ് അവസാനം എത്തുക. ഇവിടെ എത്തിയപ്പോഴത്തേക്കും വെയിൽ കുറച്ചും കൂടെ കൂടിയായിരുന്നു. പക്ഷെ നമുക്ക് വെയിലൊന്നും ബാധകമല്ലല്ലോ. അത് കാരണം ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു. ചുമ്മാ പാറയിൽ ഇങ്ങനെ തട്ട് നോക്കിയതാ, ഒരു രസം. ഇച്ചിരി കൂടെ കയറി കഴിയുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത്. നമുക്ക് ഇനിയും കുറച്ചും കൂടെ കയറി പോകാനുണ്ട്. കാര്യം വെയിലൊക്കെ ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ ഇതിലെ കൂടെ നടക്കാൻ. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും ഉണ്ട്. അത് കാരണം ചൂടുണ്ടെങ്കിലും ആ കാറ്റും കൊണ്ട് അതങ്ങ് ടാലിയായി പോവും. അവിടെ ഇവിടെയും ചെറിയ ഉറവയൊക്കെ ഉണ്ടേ. പോയ സമയത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണമാണ് അങ്ങനെ ഉറവ് വെള്ളം വരുന്നത്. ആദ്യമൊക്കെയാണെങ്കിൽ എല്ലാവരെക്കാളും മുന്നേ എത്താൻ വേണ്ടിയാണ് ആദ്യമേ കയറി ഓടുന്നത്. ആളും മടുത്തു. കുറച്ച് നേരം ഇരിക്കും, എന്നിട്ട് പിന്നെ ഓടും. ചെരുപ്പൊക്കെ ആൾ താഴെ തന്നെ ഊരിയിട്ട്. ആദ്യം ആവണിയും പഠിക്കുന്ന സ്കൂളാട്ടോ. സൂം ചെയ്ത് കാണിച്ചേ. അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തി. ഇതാണ് കേട്ടോ സ്ഥലം. ഇവിടെ വിളക്ക് കത്തിക്കാനാണ് നമ്മൾ വന്നത്. ഈ ചിരാതും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. എണ്ണയും തിരിയും കത്തിക്കാനുള്ള ലൈറ്ററൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം.
അങ്ങനെ ഇതാ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇതാ ഇവിടെ കുറേ നേരം വെറുതെ ഇരിക്കാമെന്ന് വെച്ചു. ഫോണിൽ കൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ്. ചെറിയൊരു ചൂടും ഇളം കാറ്റും ഒക്കെ കൊണ്ട് ഫുൾ പോസിറ്റീവ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ചുമ്മാ ഇങ്ങനെ ഫുൾ ടൈം ഇവിടെ വന്ന് വെറുതെ ഇരിക്കാൻ തോന്നും. ഈ ചെടി ഏതാണെന്നും അറിയില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് കാരണം ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. ഈ പാറയിലൊക്കെ ഉണ്ടാകുന്ന ഒരുതരം ചെടിയാണെന്നാണ് തോന്നുന്നത്. ഇതിനു മുന്നേ ഇവിടെ വന്ന് ആരോ പെയിൻ്റൊക്കെ വെച്ചിട്ട് വലിയ രീതിയിൽ ഓം എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ചെമ്പകമരമാട്ടോ ഇത്. പൂവായിട്ടങ്ങനെ വിരിഞ്ഞ് നിൽപ്പൊന്നൊന്നുമില്ല, പക്ഷേ നല്ല രീതിക്ക് മൊട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഇലകളും. ഇതിൽ പൂ കാണുന്ന പുറത്ത് പൂവൊന്നും പറിക്കാതെയാണ് ഞങ്ങൾ വന്നത്. ഈ നേരം കൊണ്ട് നല്ല രീതിക്ക് വെയിൽ കൂടിയിട്ടോ, അത് കാരണമാണ് ചേച്ചി ഇങ്ങനെ തല ഷോളൊക്കെ ഇട്ടിരിക്കുന്നത്. അതിലും വഴി വെറുതെ പറന്ന ഒരു പൂമ്പാറ്റേനെ കല്ല് പെറുക്കി എറിഞ്ഞ് ഓടിക്കുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്. അങ്ങനെ ചെറിയ ചെറിയ വികൃതിയൊക്കെ ഇതാ ആദ്യയിടയിലുണ്ട്. പിന്നെ പിള്ളേരെ കൊണ്ട് കുറച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ എടുത്തതിൻ്റെ ആണോ അതോ എൻ്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ എടുത്തു വന്നപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. വലിയ രീതിക്ക് എനിക്കും അഭിനയൊന്നും വശമില്ലെന്നേ, അതുകൊണ്ടായിരിക്കും എന്താ ഇങ്ങനെ. അവിടെ വരുന്നവർക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ ഇത്. കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതാ പതുക്കെ താഴത്തോട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട് പിടിക്കണം. സമയം എന്താ ഒരു 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അന്നേരത്തേക്ക് എന്താ നല്ല വെയിലായി. ഇങ്ങോട്ട് കയറാൻ നല്ല ആവേശമായിരുന്നെങ്കിലും തിരിച്ചിറങ്ങാൻ അത്ര ആവേശമില്ലായിരുന്നു. ഈ കയറിയ വഴിയല്ലേ ഇനി തിരിച്ചിറങ്ങണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ മനപ്രയാസം. പിന്നെ ഞങ്ങൾ ആടിപ്പാടി വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ ഇറങ്ങി. വെയിലിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് പാറയുടെ ചൂടും കൂടി വരിക. അതുകൊണ്ടെന്താ ഞങ്ങളുടെ നടത്തവും അതിനേക്കാളും സ്പീഡിലായി. കാലേ ചെരുപ്പില്ലല്ലോ. ഇറങ്ങിയ വഴിക്ക് ഒരു ചെടി കണ്ട് അതിനെപ്പറ്റി അവിടെ നിന്ന് കുറച്ച് നേരം ഡിസ്കഷൻ നടത്തി. അങ്ങനെ ദാ ചെരുപ്പ് ഊരിയിട്ട സ്ഥലത്തെത്തിയിട്ടോ. ചെരുപ്പ് നേരെ കാലെടുത്തിട്ടു, പക്ഷെ അതിനേക്കാളും സ്പീഡിൽ ഞാൻ കാലിൽ നിന്ന് എടുക്കുകയും ചെയ്തു. നല്ല ചൂടായിരുന്നു. ബാക്കി എല്ലാവരും അത് കാലിട്ടു കേട്ടോ, പക്ഷെ എന്നെക്കൊണ്ട് അത് ഇടാൻ പറ്റിയില്ല, അതിന് മാത്രം ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയോ ആ ചെരുപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നടക്കുന്നതാണ് ആ കാണുന്നത്. ചെരുപ്പിട്ട് നടക്കാനും മേല, പക്ഷെ നടക്കാതിരിക്കാനും മേലാത്തൊരവസ്ഥയായിപ്പോയി. അതാണ് അങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് കിടക്കുന്നത്. നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഇടയ്ക്ക് ദാ ഈ ഒരു വീട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ആൾത്താമസമൊന്നുമില്ല, അങ്ങനെ തന്നെ അടച്ചു കൂട്ടിയിട്ടേക്കാണ്. ഈ വീടിൻ്റെ പരിസരമാണെന്ന് തോന്നുന്നു ഇങ്ങനെ പള്ളു കയറി കിടക്കുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു പടുതാക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഏലത്തിനൊക്കെ വെള്ളം ഉപയോഗിച്ച് ചെടി നനയ്ക്കുന്നതായിരിക്കും. ഇതിങ്ങനെ മാട്ടേ കൂടെ പടന്ന് കിടക്കുന്ന കണ്ടപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ പറിച്ചെടുത്തു കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി നട്ടുവെക്കാനാണ് കേട്ടോ. എനിക്കിങ്ങനത്തെ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊണ്ടുപോയി നട്ടുവെക്കാൻ. എനിക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും പറിച്ചിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ഇതൊക്കെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിൽ കൊണ്ടുപോയി നട്ടുവെക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഓർത്തും ചിന്തിച്ചൊക്കെ ആയിട്ടാണ് ഞാൻ നടന്നു പോയത്. പിന്നെ തിരിച്ചിറങ്ങിയ വഴി അതേ സെയിം പള്ള പിടിച്ചെടുക്കുന്ന സ്ഥലമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒരു വീടും കൂടെ കണ്ടു കേട്ടോ. അങ്ങോട്ടും എപ്പോഴും കണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്കിതൊക്കെ ഒന്ന് ക്ലിയറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതാ നമ്മളിതേ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നത് മൊത്തം മുളകിൻ്റെ കൃഷിയാട്ടോ, മാലിമുളകാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചിറങ്ങിയതേ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിട്ടോ. കയറിപ്പോയപ്പോൾ ആദ്യമേ എത്താൻ ഓടിയ പോലെ തന്നെ തിരിച്ചിറങ്ങിയപ്പോഴും അതേ സ്പീഡിലോടി ഫസ്റ്റ് എത്തി കാറെ കയറിയതേ ആദ്യം ഇരിപ്പുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് കിട്ടിയ ചെടിയെല്ലാം കൊണ്ടുവന്ന് നട്ടുവെക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടാതെ ലൈക്കും ചെയ്യണം. അപ്പം ശരി, ബൈ ബൈ.